തട്ടിപ്പിനിരയായ പാലക്കാട് സ്വദേശി ഹസ്ന നമുക്കൊപ്പം ഉണ്ട്. ഹസ്ന, എങ്ങനെയാണ് ഈ തട്ടിപ്പിലേക്ക് അകപ്പെട്ടത്? എന്താണ് സംഭവിച്ചത്? അതായത് നമ്മള് കസിൻ വഴിയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. SGRE എന്ന പേരിലാണ് ഇവര് കമ്പനിയുടെ പേര്. ഓക്കെ, എങ്ങനെയാണ് സമീപിക്കുന്നത്? ആദ്യം എന്ത് പറഞ്ഞാണ് അവർ തുടങ്ങുന്നത്? അതെ, നമ്മളൊരു ചെറിയ എമൗണ്ട് 2500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ആയിട്ട് ഒരു 55 രൂപ വെച്ചിട്ട് ഡെയിലി പ്രോഫിറ്റ് 6 മാസം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പറയണത്. പിന്നെ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവരുടെ പെരുമാറ്റത്തിലൊന്നും ഒരു സംശയം തോന്നിയില്ല, എല്ലാം കൃത്യമായിട്ട് 2-3 മാസം കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. പിന്നെ ഈ വിഷു ടൈമിൽ ഏപ്രിലാണ് നമുക്ക് വലിയ വലിയ ഓഫറുകൾ ഇടാൻ തുടങ്ങിയത്. അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോ അതെ, മുന്നോട്ട് പോയി കുറച്ച് നമ്മുടെ താഴെ മെമ്പേഴ്സ് വന്നു. അപ്പൊ അതിന് നമുക്ക് കമ്മീഷൻ തരുന്നുണ്ട്, അവര് ചെറിയൊരു കമ്മീഷനും തരും. ഓക്കെ, പിന്നീട് എപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്നുള്ളൊരു സംശയത്തിലേക്ക് കടക്കുന്നത്? ഏപ്രിൽ 14 ആയിട്ട്, അതായത് വിഡ്രോ നടക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ക്യാഷ് എമൗണ്ട് അതിൽ കയറുന്നുണ്ട്, വലിയ ഓഫറുകൾ ഇട്ട് കുറെ പേര് ഫിക്സഡ് എമൗണ്ട് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഡ്രോ അതായത് നടക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു പുതിയ അപ്ഗ്രേഡ് നടക്കുകയാണ്, ഒരാഴ്ചൻ്റെ ഉള്ളിൽ റെഡിയാവും എന്ന് പറഞ്ഞു. അതായത് ഇത് തുടങ്ങി ഈ ഒരു ഇതിലേക്ക് വന്നതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഈ സൈറ്റ് പണിമുടക്കുന്ന സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നത്? എത്ര സമയം എടുത്തു അതിന്? വന്നിട്ട് ഒരു 3 മാസമായി. നമുക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ മാർച്ച്, അതായത് ഏപ്രിൽ 14 മുതൽക്കാണ് പ്രശ്നമായത്. സൈറ്റ് പോയത് 16-ാം തീയതി, അങ്ങനെയായി, തിങ്കളാഴ്ച. അങ്ങനെ ആ ഒരു സൈറ്റ് പണിമുടക്കുന്ന സമയത്ത് അവർ പറയുന്നത് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്, അല്ലേ? സൈറ്റ് പോയപ്പോ പിന്നെ അവരുടെ ഒരു വിവരം, അതായത് ഇതിന്റെ പിന്നിൽ ഒരു മാഡാണ്, നന്ദിനി മാഡം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് സംസാരിക്കില്ല, ഫുൾ ഇംഗ്ലീഷാണ്, നമ്മൾക്ക് ടൈപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവരോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല? നമ്മൾ ആരും സംസാരിക്കും. കുറെ അഡ്മിൻസ് ഉണ്ട്. പിന്നെ ഒരു അനുമോൻ സാർ പറഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് ഒരു സാർ ആളാണ് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവന്നത്. അതായത് ഇവരോട് ഫോണിലാണോ സംസാരിക്കുന്നത്? ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? വാട്സപ്പ് മാത്രം, ചാറ്റിംഗ് മാത്രമാണ്. അതായത് അപ്പൊ പേരുകൾ പോലും അവരുടെ ശരിക്കുമുള്ള പേരാണോ എന്ന് പോലും ഉറപ്പ് പറയാൻ പറ്റില്ല, അല്ലേ? അനുമോൻ പറയുന്ന ആളിനെ മാത്രം നമ്മുടെ കുറച്ച് അഡ്മിൻസ് കണ്ടിട്ടുണ്ട്. അവര് ഉള്ള ആളാണ് അഡ്മിൻ, അതായത് അനുമോന് എറണാകുളം ഉള്ള ആളാണ്. അവരാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സംസാരിച്ചിട്ടുള്ളതാണോ? ഞാൻ സംസാരിച്ചില്ല. എന്റെ അതായത് ലീഡറായിട്ട് ആൾക്കാര് കണ്ടിട്ടുണ്ട്, എറണാകുളം ഒരു മീറ്റിംഗ് വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ തട്ടിപ്പിന് ശേഷം അവരെ കണ്ടിട്ടുണ്ടോ? തട്ടിപ്പ് നടന്നതാണെന്ന് മനസ്സിലാക്കിയ ശേഷം? ഇല്ല, കണ്ടിട്ടില്ല. തട്ടിപ്പ് നടത്തിയ ശേഷം പിന്നെ അവരായിട്ട് ഒരു ബന്ധം, അതായത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല? പിന്നെ നമ്മള് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്ത് അവര് അവിടുന്ന് വിളിച്ചപ്പോ എടുത്ത് സംസാരിച്ചു. പിന്നെ അവര് നേരിട്ട് ആദ്യം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവര് കൊടുത്തിട്ടുണ്ട്, ഈ നന്ദിനി എന്ന് പറഞ്ഞ അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? ഓർത്തില്ല, അനുമോൻ പറയുന്ന ആള് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറയുന്ന അനുസരിച്ച് അവരും തട്ടിപ്പിനിരയായ എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തു എന്നുള്ളതാണോ? അവര് കൊടുത്തിട്ടുണ്ട്. അവരും ഇതേപോലെ ചെവി കേൾക്കാത്ത ആളാണ്, സംസാര ശേഷിയും കുറച്ച് ബാക്കിലാണ്. അപ്പൊ അതുകൊണ്ട് അവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നേരിട്ട്. ആളും മെസ്സേജ് മാത്രമാണ് ചെയ്യാറുള്ളത്. എത്ര രൂപ നഷ്ടമായിട്ടുണ്ടാവും? എനിക്ക് മാത്രമായിട്ട് ഒരു 60,000 രൂപ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ താഴെ, അതായത് ഈ ഞങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് മാത്രമായിട്ട് ഒരു 20 ലക്ഷം രൂപയുടെ അടുത്ത് പോയിട്ടുണ്ട്. ശരി, ഈ പരാതി കൊടുത്തതിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പറഞ്ഞത്? ഈ ഒരു അന്വേഷണം ഏത് രീതിയിലാണ്? പരാതി നമ്മൾ സൈബർ വഴിയാണ് ചെയ്തിരിക്കുന്നത്, അതായത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പോലീസ് അവര് അന്വേഷിക്കുന്ന പറഞ്ഞത്. മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ല. കുറച്ച് നേരിട്ട് പോയപ്പോ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് കുറച്ചും കൂടി ആൾക്കാരായിട്ട് വരാൻ പറഞ്ഞു. പിന്നെ നമ്മളപ്പോ അങ്ങോട്ട് പോയില്ല, അക്ഷയ വഴി സൈബറിൽ രജിസ്റ്റർ ചെയ്താൽ മതി പറഞ്ഞപ്പോ കുറെ പേര് അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ട് നീങ്ങി. ഇതിപ്പോ പല സ്ഥലത്തും, അതായത് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഈ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഇവരുടെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ, അതായത് ഇവരുടെ ഒരു ഗ്രൂപ്പിൽ തന്നെ 1000 പേരോളം ഉണ്ട്. അങ്ങനെ 14 ഗ്രൂപ്പ് ഉണ്ട്. നമ്മളൊരു 3ാമത്തെ ഗ്രൂപ്പിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 14 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. ഹസ്നയ്ക്ക് അറിയുന്ന എത്ര പേര് ഇതിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും, അതായത് ഇവർക്ക് ഇരകളായിട്ടുണ്ടാവും?
ചെയ്യുന്ന പേരായിട്ട് ഒരു 10-50 പേരോളം ഉണ്ട്. ഹസ്നയുടെ പരിചയത്തിൽ അറിയുന്നതിൽ തന്നെ ഉണ്ട് അല്ലേ? അതെ, അറിയുന്ന ആൾക്കാരായിട്ട് ഒരു 10-50 പേരോളം ഉണ്ട്. ഓക്കെ ഓക്കെ ഹസ്ന, താഴെ തന്നെ ഒരു 30 പേരോളം വന്നിട്ടുണ്ട്. ശരി. ഓക്കെ ഹസ്ന, വളരെ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ച